ഇവിടെ ഹിജാബ് വിവാദം നടന്നു. നമുക്കാരോടും ഒരു പകയില്ല, ആരോടും നമുക്കൊരു വിദ്വേഷമില്ല, ആരോടും നമുക്കൊരു ദേഷ്യമില്ല, ആരോടും നമുക്കൊരു വെറുപ്പില്ല, ആരോടും നമുക്കൊരു യാതൊരു നിലയിലുള്ള ഒരു പ്രതികൂലമായ ഒരു സാഹചര്യങ്ങളുമില്ല. ഇസ്ലാം എന്ന് പറയുന്നത് ശാന്തമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് സുന്ദരമാണ്. അതിന് പത്തരമാറ്റാണ്. ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നമ്മുടെ പെൺമക്കളെ പഠിക്കാൻ വിടുമ്പോ ആ പെൺമക്കളെ ഹിജാബ് ധരിച്ചു എന്നതിന്റെ പേരിൽ അവിടെ നിറക്കി വിടുമ്പോൾ എന്റെ മകൾക്ക് നല്ല ചടുലമായ ക്ലാസ് കിട്ടുന്നുണ്ട്, എന്റെ മകൾക്ക് നല്ല സമ്പൂർണമായ ഒരു അധ്യാപനം കിട്ടുന്നുണ്ട് എന്ന് കരുതിയിട്ട് നിന്റെ മകളെ തലമറയ്ക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ വിടാൻ എന്ത് ന്യായമാണ് നിനക്കുള്ളത്? തലമറയ്ക്കരുത് എന്ന് പറഞ്ഞാൽ എന്റെ മകൾക്ക് അതിന് കഴിയില്ല. എന്റെ ഇസ്ലാം എന്നോട് പറഞ്ഞത് എന്റെ തലയുടെ ഒരു രോമം പോലും ഔറത്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട്, നിന്റെ ദീനിയായ ഒരു ഉപദേശം അവിടെ പറഞ്ഞു കൊടുത്തിട്ട് ആ മകളെ കൈപിടിച്ച് കലാലയത്തിന്റെ മുറ്റത്ത് നിന്ന് കൊണ്ടുവന്ന് വേറെ ഒരു സ്ഥാപനത്തിലാക്കാതിരിക്കാൻ എന്ത് ന്യായമാണ് ഒരു മുസ്ലിം പെണ്ണിനുള്ളത്? പ്രിൻസിപ്പൾ പറഞ്ഞു എന്നതിന്റെ പേരില്, അല്ലെങ്കിൽ സഭയുടെ മേലധ്യക്ഷന്മാര് പറഞ്ഞു എന്നതിന്റെ പേരില് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങനെ അങ്ങ് അഴിച്ചുവിടാൻ നമുക്ക് കഴിയുമോ? നാളെ പരലോകമെന്ന ഒരു ലോകത്ത് നമുക്ക് പോകണ്ടേ? പടച്ചവന്റെ മുന്നിൽ നമുക്ക് നിൽക്കണ്ടേ? മരണത്തെ നമ്മൾ അഭിമുഖീകരിക്കണ്ടേ? നാളെ റബ്ബിന്റെ കോടതിയിൽ കയ്യും കെട്ടി സമാധാനം പറയണ്ടേ? അപ്പൊ ഇവരൊക്കെ ഉണ്ടാവുമോ അവിടെ? ഇവരൊക്കെ വരുവോ? വരില്ല. അതുകൊണ്ട് വാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധമായിട്ടൊരു കാര്യമാണ് എങ്കിൽ അനുസരിക്കരുത് എന്ന ശക്തമായ നിർദ്ദേശം ഖുർആനിന്റേതാണ്.